ഉച്ചമയക്കത്തിന് ശേഷം ഇറങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ ലിഫ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന നോ ഡുറിയൻ എന്നാണ്. ആ ഫ്രൂട്ട് പാടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര സ്മെല്ലാണ് ആ ഫ്രൂട്ടിന്, നമ്മുടെ ചക്ക പോലെ ഇരിക്കും. അതിനുശേഷം അമ്മ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടോ. ഇവിടെ നമ്മുടെ ഊബർ പോലെയാണ്, അത് ബുക്ക് ചെയ്ത് ട്വിൻ ടവറിലേക്ക് പോകാനാണ്. ഇതിപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് കേട്ടോ, മെട്രോ. അത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുവാണ് ആ ഹോട്ടലിൻ്റെ മുന്നിൽ. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മെട്രോ ആണ് ഇപ്പോൾ പോകുന്നത്. മെട്രോ എന്നും കൂടിയാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര്. അങ്ങനെ അവസാനം ബുക്ക് ചെയ്ത വണ്ടി വന്നു കേട്ടോ, ഗ്രാബ് വന്നു. അതിൽ ഞങ്ങൾ കയറി ഞങ്ങൾ ട്വിൻ ടവറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ട്വിൻ ടവർ ഞങ്ങൾ പകൽ വെളിച്ചത്തിൽ കണ്ടായിരുന്നു. രാത്രി അതിൻ്റെ ലൈറ്റൊന്നും ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനായിട്ടാണ് പോയത്. മച്ചു പറഞ്ഞിട്ടുണ്ടായി രാത്രി പോയി എന്തായാലും കാണണം, അത്ര ഭംഗിയാണെന്ന്. അത് പറഞ്ഞത് അത്രയും ശരിയായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു അതിനെ കാണാനായിട്ട്. രാത്രിയിലുള്ള ആ ലൈറ്റിൽ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്ത്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാണ്ടിരിക്കാൻ തോന്നില്ല, അത്ര ഭംഗിയായിരുന്നു ആ ട്വിൻ ടവറിൻ്റെ വ്യൂ, ലൈറ്റും എല്ലാം. അപ്പോൾ ഞങ്ങൾ രണ്ടും അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ മുന്നിലൊരു ഫൗണ്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അതും വളരെ ഭംഗിയായിരുന്നു. അതിലും കുറേ ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കി. അവിടെയും ഒരു മോൾ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഗ്രാബ് ബുക്ക് ചെയ്ത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ആ ഒരു മോളിലേക്ക് തന്നെ വന്നു. അതിൻ്റെ പേരാണ് ബർജായ മോൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ ഭയങ്കര തീമായിരുന്നു കേട്ടോ. ക്രിസ്മസ് അടുത്തുകൊണ്ട് അപ്പോഴാണ് നല്ല വിശപ്പ്. എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറി. വലിയൊരു ഫുഡിൻ്റെ ഒരു ഫുഡ് കോർട്ടായിരുന്നു കേട്ടോ. അതതിൻ്റെ ബേസ്മെൻറ്റിലായിരുന്നു. എന്ത് തരം ഫുഡ് വേണമെങ്കിലും അവിടെ അവൈലബിൾ ആയിരുന്നു. തായ് ഫുഡ്, മലേഷ്യൻ ഫുഡ്, ഇന്ത്യൻ ഫുഡ്, നമ്മുടെ ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഫിഷ് ഐറ്റംസ്, സീ ഫുഡൊക്കെ ഇങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു അവിടെ. പലതരത്തിലുള്ള നൂഡിൽസ്, എല്ലാ ഫുഡും ഉണ്ടായി. അവസാനം ഞാനും അമ്മവും കൂടി ഒരുവിധം ഭയങ്കര പാടായിരുന്നു സെലക്ട് ചെയ്തു. പ്രോണും റൈസുമാണ് അമ്മ കഴിച്ചത്, ഞാൻ ചിക്കനുമാണ് കഴിച്ചത്. പക്ഷെ പ്രോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് അവരതിൻ്റെ തോടൊന്നും കളയാതെയാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ അത് ഭയങ്കര പാടാണ് അത് കഴിക്കാനായിട്ട്. എന്നാലും അമ്മൂന് പ്രോൺസിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് കഴിച്ചു. ഷുഗർ കെയിൻ ജ്യൂസും അതോടൊപ്പം കഴിച്ചു. അതിനുശേഷം ഞങ്ങളവിടെ മോള് മുഴുവനും കറങ്ങി കേട്ടോ. ടയേർഡായി. മോള് മുഴുവനും കറങ്ങി തിരിച്ച് റൂമിൽ വന്ന് അങ്ങനെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. നാളെ ഇനി ഇവിടെ നിന്ന് ലീവ് ചെയ്യണം. അപ്പോൾ അതിനെല്ലാം ഒതുക്കലൊക്കെ വേണം. അങ്ങനെ ഇന്നത്തെ ദിവസവും അങ്ങനെ തീർന്നു. താങ്ക് യു.